ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് വന്നുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് വാൺസ് ആണ്. അപ്പം നിങ്ങൾ എന്നും ചെയ്യുന്നതല്ലാത്ത മറ്റൊരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാണ്. അപ്പം നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആണ്, കരിയർ ഫോക്കസ്ഡ് ആണ്, പക്ഷേ എന്നും ചെയ്യുന്നതല്ലാത്ത ഒരു കരിയറിലേക്ക് നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പാഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതായിരിക്കും. അതാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി കരിയർ ഫോക്കസ്ഡ് ആണ്, പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പാഷൻ്റെ ഏറ്റവും ഓപ്റ്റിമൽ ലെവലിലെത്തി. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു പാഷനിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ആവുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വാൺസ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് കിങ് ഓഫ് വാൺസിനെ നമ്മൾ കാണുന്നത്. ഈ കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്ന എനർജി ഒരു വിഷണറിയാണ്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആളാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചേസ് ചെയ്യുന്ന ആളാണ്. പാഷൻസിനെ പിന്തുടരുന്ന ആളാണ്. അപ്പോൾ എന്തൊരു പാഷനെ ചേസ് ചെയ്താലും അതിൻ്റെ ഏറ്റവും ഹയർ മോസ്റ്റ് സെൽഫിലെത്തിയിട്ട് അടുത്തലേക്ക് പോകുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. പുതിയൊരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള കരിയറിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് വാൺസ് പറയുന്നത്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഇതൊരു ഫ്ലർട്ടി എനർജിയും കൂടെ ആയിരിക്കും. അതായത് നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആളുകളുമായിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് ഫ്ലർട്ട് ചെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു എനർജി കൂടിയാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണ്ട. നെക്സ്റ്റ് പേജ് ഓഫ് സോഡ്സ് ആണ്. ഇത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അതായത് മുൻ ജന്മങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പ്രസൻ്റ് ആണെങ്കിൽ ഇന്നലെ വരെ പാസ്റ്റ് ആണ്. അപ്പോൾ ആ പാസ്റ്റിൽ നിന്നൊരാളായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നൊരാളായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന പോലെ കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഇന്ന് അയാളെ മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇയാളെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പരിചയം ഉള്ളതുപോലെ തോന്നാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ പാസ്റ്റിൽ നിങ്ങളെ ഒരു കാർമിക് സിറ്റുവേഷനിൽ കൊണ്ടിട്ട് നിങ്ങളെ പെയിൻഫുൾ എൻഡിങ്ങിൽ കൊണ്ടിട്ടിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ ആ ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയം തോന്നുമെങ്കിലും നിങ്ങൾ ആ വഴി പോകാൻ പാടില്ല. ബിക്കോസ് അവർ നിങ്ങളൊരു ലെസൺ പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആളാണ് കേട്ടോ. അത് പാസ്റ്റ് ലൈഫിൽ നിന്ന്. ഇനി ഇപ്പോൾ ഇന്നത്തെ കറണ്ട് എനർജിയിൽ ഒരു പേജ് ഓഫ് സോഡിൻ്റെ എനർജി കാണുമ്പോൾ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിൽ ഒരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിൽ പോയി നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം വീണ്ടും ഒരു തീരുമാനം എടുക്കാനായിട്ട്, ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കും. പണ്ട് ഞാൻ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ഞാനൊരു ട്രോമയിലൂടെ പോയതാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് തീരുമാനം എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ കാറ്റ് അനുകൂലമാണെങ്കിൽ മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം തീരുമാനം എടുക്കേണ്ടതില്ല. ഈ പേജ് ഓഫ് സോഡ് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്ന ഒരു യങ്ങർ എനർജിയാണ്. അപ്പോൾ ഇന്ന് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. പുതിയൊരു റിസ്കിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടാവാം. നിങ്ങളിന്ന് ഒരു റിസ്ക് എടുത്ത് പുതിയൊരു പ്രൊഫഷനിലേക്ക് പോകുന്നുണ്ടാവും. പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടാവാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ്. പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നാണ് ഈ പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. ഓക്കെ, പുതിയൊരു കാര്യം പഠിക്കുക, അതാണ് പേജ് ഓഫ് സോഡ്സ്. ഓക്കെ, എത്ര പേര് പുതിയ കാര്യം പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറയണേ. ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ആണ്. ഇത് പാസ്റ്റിലത്തെ നൊസ്റ്റാൾജിക് ആണല്ലോ. ഇത് രണ്ട് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ് കേട്ടോ. പേജ് ഓഫ് സോഡ്സും 6 ഓഫ് കപ്സും പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. ഇത് പാസ്റ്റ് ലൈഫാണ്, മുൻ ജന്മമാണ്. 6 ഓഫ് കപ്സ് ചിലപ്പോൾ ഈ ജന്മത്തിലെ തന്നെ മുൻ ദിവസങ്ങൾ, മുൻ വർഷങ്ങൾ, മുൻ മാസങ്ങൾ, അവിടെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ആളുകളെ നിങ്ങൾ ഇന്ന് വീണ്ടും കാണുക, അവരുമായി പരിചയം പുതുക്കുക. നൊസ്റ്റാൾജിയുടെ കാർഡാണ് 6 ഓഫ് കപ്സ്. അപ്പോൾ അവിടെ മുമ്പ് നിങ്ങൾ ഇന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങളൊരു റീയൂണിയൻ ഉണ്ടാവുന്നു, ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നു, കൂട്ടുകൂടുന്നു. അത് ഫ്രണ്ട്സ് ആകാം കേട്ടോ. സിബ്ലിങ്സിനെ പോലുള്ളവരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു കൂടിച്ചേരലുണ്ടാവുന്നു, പഴയ ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നു, പഴയ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു. അതൊക്കെയാണ് നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ഒരു കൂടിച്ചേരലിൻ്റെയാണ്. ഇതും എനിക്ക് റെസനേറ്റാണ്. ബിക്കോസ് ഞാൻ ഇന്നൊരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കാണും, അവിടെ വെച്ച് കാണും.
അപ്പോൾ എന്നെ സംബന്ധിച്ചത് റെസണേറ്റഡ് ആണ്, നിങ്ങൾക്ക് റെസണേറ്റഡ് ആണോ എന്ന് പറയണേ. അപ്പോൾ 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് ഫീലിംഗിൽ ഇരിക്കുന്ന ഒരു കാർഡാണ്. അതുപോലെ ഒരുപാട് വർഷമായിട്ട് ചിലപ്പോൾ ചെറിയ നാൾ മുതൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് തൊട്ടേ അറിയാമായിരുന്ന ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നിട്ട് സെപ്പറേഷനിലായിരുന്നു നിങ്ങളെങ്കിൽ ഇന്നേ ദിവസം അവിടെ ഒരു റീയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ദെൻ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തുനിന്ന്, ബ്രദർ ഓർ സിസ്റ്റർ, അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ ഒരു സർപ്രൈസോ കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ പാരമ്പര്യ സ്വത്തിൽ നിന്നും എന്തെങ്കിലും ഒരു വിഹിതം കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നതാവാം. വീടുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യം, വീട് വാങ്ങിക്കുന്നതാവാം, വിൽക്കുന്നതാവാം, വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന ദിവസം നടക്കുന്നുണ്ടാവാം. വീട് പണിയുന്നതാവാം, വീടിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുന്നതാകാം. അതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന ദിവസം നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ദ ചാരിയറ്റ് ആണ്. ഇത് വീടുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ വീട് വാങ്ങുന്നതാവാം, വിൽക്കുന്നതാവാം, വീട് വെക്കുന്നതാവാം, വീടിൻ്റെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഇപ്പോൾ കല്ലിടൽ, പെയിൻറ്റ് ചെയ്യുക, കട്ടിള വയ്ക്കുക, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയത്തില്ലേ, കുറ്റിയടിക്കുക, അങ്ങനെയൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സ്. ദെൻ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയുടെ കാർഡാണ്. ഇന്നൊരു യാത്രയുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ആരെങ്കിലും യാത്ര ചെയ്ത് വരുന്നതാവാം. ചിലപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം, ഇനി ഒരിക്കലും അതിനൊരു ചലനമില്ല എന്ന് നിങ്ങൾ വിചാരിച്ചൊരു കാര്യം, അതിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അതായത് ചിലപ്പോൾ ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല, പക്ഷേ നിങ്ങൾക്ക് അത് ലഭ്യമാകണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് അത് വീണ്ടും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ചാരിയറ്റ് എനർജി പറയുന്നത്. ഇതൊരു ആത്മബലം കൊണ്ട് മാത്രം ഒരു തേരാളി കുതിരകളെ തെളിച്ചുകൊണ്ട് വരുന്ന ഒരു എനർജിയാണ്. അതായത് ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കിയാൽ ഒരിക്കലും നടക്കാൻ സംഭവ്യമാകാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ഇന്ന ദിവസം വീണ്ടും അതിന് ജീവൻ വെക്കുന്നു എന്നാണ്. ഒരു നിശ്ചലമായി പോയ ഒരു കാര്യം വീണ്ടും ചലനം വെച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു യാത്ര ചെയ്ത് ആരെങ്കിലും കാണാൻ പോകുന്നതാവാം, ആരെങ്കിലും യാത്ര ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നതാവാം, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാവാം. അങ്ങനെ ഒരു എനർജിയാണ്. അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല സമയം, ഒരു സക്സസ് ആൻഡ് വിക്ടറിയുടെ ദിവസമാണെന്ന്. അത് ചിലപ്പോൾ ഒരുപാട് കാലം നിങ്ങൾ കാത്തിരുന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു യാത്രയാണ്, ജീവിതയാത്രയുടെ ഒരു ഭാഗമാണ്. ചാരിറ്റി എന്ന് പറയുന്ന ഒരു ജീവിത പാഠമാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് ഇന്നൊരു പുതിയ യാത്ര ആരംഭിക്കുന്നു എന്നാണ് ചാരിറ്റ് എനർജി പറയുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ്ലി ഒരു യാത്രയുടെ കാർഡാണ്. നിങ്ങൾ യാത്ര ചെയ്ത് ആരെങ്കിലും കാണാൻ പോകുന്നതായിരിക്കും. ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയുടെ കാർഡാണ്. ആരുടെയെങ്കിലും കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നതാവാം, നിങ്ങളെ കാണാൻ ആരെങ്കിലും യാത്ര ചെയ്ത് വരുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ചാരിറ്റ് എനർജി. ദെൻ ഏസ് ഓഫ് കപ്സ്, ഇതൊരു പുതിയ ലവിൻ്റെ കാർഡാണ്. ചിലപ്പോൾ ഇതൊരു പുതിയ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ടാവും, ഒരു ലവ് ഓഫർ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. മേ ബി നിങ്ങൾക്ക് പാസ്റ്റ് നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു നിങ്ങൾ സെപ്പറേറ്റായി നിൽക്കുന്ന ആളുകളിൽ നിന്ന്, സെപ്പറേറ്റായി നിന്ന ആളുകൾക്കിടയിൽ, രണ്ടു പേർക്കിടയിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റീയൂണിയൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇമോഷണലും സ്പിരിച്വലും ആയിട്ടുള്ള ഒരു റീയൂണിയനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ബിഗിനിങ് ഓഫ് ആൻ ഇമോഷണൽ അവേക്കനിങ് ആണ്, സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അത്തരത്തിൽ രണ്ടുപേര് തമ്മിലുള്ളൊരു റീയൂണിയൻ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഓഫർ, നിങ്ങൾക്കൊരു ജോബ് ഓഫറോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ ഒരു സർപ്രൈസോ ഒക്കെ കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടുക, അതൊക്കെയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു പുതിയ ലവ്, ചിലപ്പോൾ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെത്ത് കാർഡാണ്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഡെത്തായി പോകുന്നു എന്നാണ്. ചിലപ്പോൾ അത് നമ്മളായിട്ട് ഡെത്താക്കുന്നുണ്ടാവും. ഇനി നമ്മളായിട്ട് ഡെത്താക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ളൊരു കാരണം ഉണ്ടാക്കും. ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചില വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചില കർമ്മകൾ തീർന്നു പോകുന്നതാകാൻ
സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന ചില മനുഷ്യരെ കണ്ടുമുട്ടി അവർ തമ്മിലുള്ള കാർമിക് സിറ്റുവേഷൻസ് എൻഡായിട്ട് അത് എൻഡപ്പായി പോകുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഒരു ക്ലാരിറ്റി നോക്കിയേക്കാം, എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നേക്കുന്നത് നോക്കാം. മജീഷ്യനും 9 ഓഫ് പെൻറ്റക്കിൾസും ആണ്, ബോട്ടം ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് എന്തോ ഒരു മണി ബാഡ്കർമ്മയാണ് കേട്ടോ, അത് എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഡെത്ത് കാർഡ് കാർമിക്കായിട്ടുള്ള ഒരു എൻഡാണ്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്, 9 ഓഫ് പെൻറ്റക്കിൾസും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. ഇവിടെ മജീഷ്യൻ എന്ന് പറയുന്നത് ഒരു മണി മാനിപ്പുലേഷനൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ട് ആരെങ്കിലും പൈസയായിട്ടൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആ എഫേർട്ട് ഇട്ടിരുന്ന് ആ പൈസ തിരിച്ചു കിട്ടുന്ന ഒരു എനർജിയാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു മണി ബാഡ്കർമ്മ അവസാനിച്ച്, അത് നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ച് പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ, ഒത്തിരി പൈസ കയ്യിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡും അതുപോലെ നിങ്ങളുടെ ഒരു എഫേർട്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എഫേർട്ടിന് ഫലം കിട്ടുന്ന ഒരു എനർജിയുമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മജീഷ്യൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ബാഡ്കർമ്മ, ഒരു കർമ്മ അവസാനിച്ച് പോകുന്നു, ഒരു മണി ബാഡ്കർമ്മ അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മണി ബാഡ്കർമ്മയിൽ പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിന്ന് നല്ലൊരു ദിവസമാണ്. നിങ്ങളുടെ മണി ബാഡ്കർമ്മ അവസാനിച്ച് പോകുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നു എന്നാണ്. മാത്രമല്ല ഇത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു പണത്തിൻ്റെ സീഡാണ്, പണത്തിൻ്റെ വിത്ത് നിങ്ങൾ കുഴിച്ചിടുന്നു എന്നാണ്. അതിനർത്ഥം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ധനസമ്പാദനത്തിലുള്ള ഒരു മാർഗം നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ചിലർക്കൊക്കെ ഒരു പുതിയ സംരംഭം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പണം കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റക്കായി നിന്നിരുന്ന ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുവാണ്, ആ ഷോപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മണി ബാഡ്കർമ്മയുണ്ട്, നിങ്ങൾക്ക് അവിടെ ഷോപ്പിൽ വലിയ കച്ചവടമൊന്നും നടക്കുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ ഷോപ്പിൻ്റെ പേരിൽ ഒരു പൂജ, എന്തെങ്കിലും ഒരു നല്ല ഒരു വേർഷിപ്പിംഗ് നടത്തുവാണെങ്കിൽ, ഒരു പൂജ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നല്ലൊരു ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമായിരിക്കും. ഇന്നേ ദിവസം നിങ്ങൾ അതിനായിട്ട് ഒരു പൂജയോ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാഡ്കർമ്മ അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് അതിനെതിരെ എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇനി മുതൽ അങ്ങോട്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നപ്പോൾ ഇന്നേ ദിവസം തന്നെ ചെയ്യണം. ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യുവാണെങ്കിൽ, ഇന്ന് എപ്പോൾ വീഡിയോ കാണുന്നു അപ്പോൾ നിങ്ങൾ രാവിലെയാണ് കാണുന്നതെങ്കിൽ അന്നേരം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ വൈകുന്നേരം പോയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം അത് നല്ലൊരു സോഴ്സായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു മോശം സമയം അവസാനിച്ചിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ഒരു സമയം ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഇന്നത്തെ ദിവസത്തിന് മുൻപെന്നും പിൻപെന്നും വേർതിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കടം, ലോണ് ഒക്കെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാനോ തീർക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധ്യത ഉള്ള പോലെയൊക്കെ കാണുന്നുണ്ട്. അതെന്താ തലകുത്തിപ്പോയത്? 2 ഓഫ് വാണ്ട്സ് ആണ് കേട്ടോ. ഇത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മൊബൈലിൽ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ വാട്സപ്പിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും അവരുടെ വേറെ ബോർഡ്സ്, സോഷ്യൽ മീഡിയ ഏതും ആകാം, അവിടെ നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്യുക, അവരുടെ വേറെ ബോർഡ്സ് തേടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു എനർജിയാണ്. നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്ന ആ ആളുടെ ഒരു സാന്നിധ്യമില്ലായ്മ കൊണ്ട് നിങ്ങൾ അവരെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നതാണ്. അവരെക്കുറിച്ച് ആലോചിക്കുക, അവരെക്കുറിച്ച് അന്വേഷിക്കുക, അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ ഒരാളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇൻഫർമേഷനെ കുറിച്ചായിരിക്കാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സൈറ്റുകളിൽ കയറി പർച്ചേസ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോകാൻ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് ടിക്കറ്റൊക്കെ കൺഫേം ആകാനും മെഡിക്കലൊക്കെ പാസ്സാവുന്നാവാനും ഒക്കെ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോകാൻ തീരുമാനിക്കുന്നു എന്നാണ്. പുതിയൊരു വഴി തുറക്കുക, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക, പിന്നെ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമാണ് അത്. ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന പോലെയുണ്ട്. അതും അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം സമയം നിങ്ങൾ മൊബൈൽ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക, മൊബൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ ജോബ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് സോഷ്യൽ മീഡിയയിലായിരിക്കാം, മൊബൈലിൽ തന്നെ ആവണം നിർബന്ധമല്ല, ലാപ്ടോപ്പിലോ ഫോണിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം
ഇങ്ങനെ അപ്ഡേഷൻ നടത്തുന്നതോ അതിലിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ഗ്യാദർ ചെയ്യുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളെ മിസ് ചെയ്യുന്നതുകൊണ്ട് അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തേടുന്നതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ ലാസ്റ്റ് സീനോ ഒക്കെ നോക്കിയിരിക്കുന്നതൊക്കെ ആകാനും സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് വാണ്ട്സ്. ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് പറയണേ, ആർക്കെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ. 7 ഓഫ് വാണ്ട്സ് നമ്മൾ നെഗറ്റീവ് തോട്ട്സിലിരിക്കുക എന്നാണ്. അതായത് നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റും പ്രതിബന്ധങ്ങളുണ്ട്, നമുക്ക് ചുറ്റും തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ കുറേ തടസ്സങ്ങൾ ശരിക്കുള്ള തടസ്സങ്ങളാണ്, കുറച്ച് തടസ്സങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനോട് നമ്മൾ മല്ലിടുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് വാണ്ട്സ്. അതായത് നെഗറ്റീവ് തോട്ട്സ്, കുറേ നമ്മുടെ തന്നെ നെഗറ്റീവ് തോട്ട്സിനോട് നമ്മൾ മല്ലിടുക. അവിടെ വേറെ കുറേ തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളോടും നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനോടും കൂടെ നമ്മൾ മല്ലിടുന്ന എനർജിയാണ് 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് പുറത്ത് വരിക, നമ്മുടെ സെൽഫ് ബിലീവിങ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് കടന്ന് നമ്മൾ കുറച്ചും കൂടെ വിശാലമായി ലോകത്തെ കാണണം എന്നാണ് കാണുന്നത്. അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും നമ്മൾ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അതിനനുസരിച്ച് ആക്ട് അക്കോർഡിംഗ്ലി, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. തന്നെ 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇന്ന് വേറെന്തോ ഒരു ജോലി, ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യുന്നു, അതിൽ മാസ്റ്ററി നേടുന്നു, അതിൽ നിന്ന് പണം ഏൺ ചെയ്യുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. എന്നും ചെയ്യുന്നതല്ലാത്ത മറ്റെന്തെങ്കിലും ജോലി ചെയ്യുക, വീണ്ടും വീണ്ടും അതേ ജോലി ആവർത്തിക്കുക, അതിൽ മാസ്റ്ററി നേടുക, അതിൽ നിന്ന് പണം ഏൺ ചെയ്യുക, സേവ് ചെയ്യുക. ഇതാണ് 8 ഓഫ് പെന്റക്കിൾസ്. ഇന്ന് പണം സേവ് ചെയ്യാൻ പറ്റും, പണം ഏൺ ചെയ്യാനും സേവ് ചെയ്യാനും പറ്റും എന്നാണ് 8 ഓഫ് പെന്റക്കിൾസ്. ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, പക്ഷെ പേടിക്കേണ്ട, ധാരാളം പണം കിട്ടുമെന്നാണ് 8 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. എന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും കേട്ടോ, എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നതെന്ന് കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് ഹെർമിറ്റാണ്. ഇത് ആദ്യം ഞാൻ ബോട്ടം കണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ വീണ്ടും അത് കയറി വന്നു. ഹെർമിറ്റ് കാർഡ് പറയുന്നത് ഒരു സ്റ്റക്ക് എനർജിയാണ്. അതുപോലെ സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു സ്റ്റക്ക്നെസ്, നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്ന് ഒരു സ്പിരിച്വൽ പേഴ്സണെ കാണാനും അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു മെൻറ്ററാണ്, നിങ്ങളും ഒരു മെൻറ്ററെ തേടുവാണെന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് പേർക്ക് വഴിവിളക്കായിട്ട് നിൽക്കുന്നുണ്ട്, അതായത് നിങ്ങളൊരു ഗുരുവാണ്. അതേസമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗുരുവിനെ തേടുന്നുമുണ്ട്. അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നുമുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഹെർമിറ്റ്. പിന്നെ നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് സത്യാന്വേഷണം നടത്തുന്നൊരു എനർജിയാണ്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തുക, അല്ലെങ്കിൽ ഒരു സത്യാന്വേഷണം നടത്തുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ്. പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട പോലൊരു ഫീലിംഗ് തോന്നാം. പിന്നെ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഉന്നതിയിലെത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. മറ്റാളുകളുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്നൊരു സ്പിരിച്വൽ പേഴ്സണെ എന്തായാലും കണ്ടെത്തും, അവരിൽ നിന്ന് ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്ന ഫൂൾ കാർഡാണ്. അപ്പോൾ പാസ്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ പാസ്റ്റിനെ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് വളരെ ഫ്രഷ് ആയിട്ട് ഒരു യാത്ര പോകുന്ന കാർഡാണ് ഫൂൾ. വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഒരു യാത്ര പോകുന്ന കാർഡാണ് ഫൂൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. ശരിക്കും ഇതൊരു സ്പിരിച്വൽ ലെസണിൻ്റെ, നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പാഠങ്ങളിലെ ഒന്നാമത്തെ പാഠമാണ് ഫൂൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ ജേർണിയിലെ മേജർ അർക്കാന കാർഡ്സിലെ ഫസ്റ്റ് കാർഡാണ് ഫൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പാഠം നിങ്ങൾ പഠിക്കുന്നതാണ് ഫൂൾ. ഇന്നസെൻ്റ് ആയിട്ടിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് മൂളിപ്പാട്ടും പാടി മുന്നോട്ട് പോകുക. അവിടെ അഡ്വഞ്ചറസ് ആയിട്ട് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മൾ പക്ഷേ അഗാധമായി വിശ്വസിക്കുക, ഒരു കാര്യത്തിൽ അഗാധമായി വിശ്വസിച്ചാൽ അത് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഫൂള്. ഇന്നൊരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. തീർത്ഥാടനം പോലെ അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവാലയം, ആരാധനാലയം എവിടെ ആയാലും അങ്ങോട്ടേക്ക് ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഇന്നൊരു പുതിയ തുടക്കമാണ്, ജീവിതത്തിലെ ഒരു പുതിയ വഴി, ഒരു സർക്കിള്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അടിസ്ഥാനം ഇന്നുണ്ടാവുന്നു എന്നാണ്. 0 അടിസ്ഥാനമാണ്, തുടക്കമാണ്. ഇന്ന് ലൈഫിലൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫിനെ നോക്കി കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇന്നൊരു യാത്രയാണ്, പുതിയ യാത്രയുടെ തുടക്കമാണെന്നാണ് കാണുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ലവേഴ്സിന് കൊടുക്കുന്നത് നോക്കാം. ഓക്കെ,
എന്താണ് ഇന്ന് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ്, ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. നിങ്ങൾക്ക് പ്രണയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആയിട്ട് വെക്കുക. ഈ ഭൂമിയിലെ ഏറ്റവും ഹയസ്റ്റ് എനർജിയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ ഓപ്പൺ ആക്കി വെക്കുക. ശരിക്കും നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ആളാണ്. നിങ്ങൾക്ക് സ്നേഹിക്കുന്നത് സേഫ് ആണെന്നുമാണ് പറയുന്നത്. നിങ്ങളങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സേഫ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫ്രീ യുവർ സെൽഫ് ആണ്. നിങ്ങൾ എന്തൊക്കെയോ ചില കൺട്രോൾ, നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ഓപ്പൺ ആക്കി വിട്ടിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളെ കുടുക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ നിങ്ങളോട് പറയാനും നിങ്ങളെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. നിങ്ങളിങ്ങനെ എന്തിനാണ് മസിൽ പിടിച്ചിരിക്കുന്നത്? നിങ്ങളിതിനെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക, ഒന്ന് ഫ്രീ ആകാനാണ് പറയുന്നത്. ഫ്രീ യുവർ സെൽഫ്. നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാതെ ഒന്ന് അഴിച്ചു വിടുമെന്നാണ് പറയുന്നത്. ദെൻ സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. നിങ്ങൾക്ക് എന്തൊക്കെയോ പേടിയുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ഹെസിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് ഒരു കൺട്രോൾ ഇഷ്യൂസിലൊക്കെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് തന്നെ പറയുവാണ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ലവ് ലൈഫ് വിൽ ബി ബെറ്റർ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ലാസ്റ്റ് കാർഡ് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ ഓപ്പൺ അപ്പ് ആക്കി വെക്കുക. അത് വർത്ത് എക്സ്പ്ലോറിങ് ആണ്. അത് വർത്ത് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണ്. യു ആർ വർത്തി ഓഫ് ലവ്. അതാണ് കേട്ടോ, അതാണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്പി ആയില്ലേ ലവേഴ്സ്? ഹാപ്പി ആയില്ലേ? ഇതിനടുത്ത് നമുക്ക് എന്താണ് ഏഞ്ചൽസ് ഇന്ന് തരുന്ന ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഇന്നേ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ചോദിക്കുന്നവരോട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം. ദർ ഇസ് സംതിങ് ബെറ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നിങ്ങളോട് അതിലിങ്ങനെ ഉറപ്പിക്കുകയൊന്നും വേണ്ട. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്നും വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ദർ ഇസ് സംതിങ് ബെറ്റർ. നെക്സ്റ്റ്, പീസ്ഫുൾ റെസൊല്യൂഷനാണ്. സമാധാനപരമായിട്ടുള്ളൊരു റെസൊല്യൂഷൻ എടുക്കാനുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാനൊക്കെയാണ് പറയുന്നത് നിങ്ങളോട്. നിങ്ങളൊന്ന് ഉറച്ച് നിൽക്കുക എന്നാണ് പറയുന്നത്. ദെൻ യെസ് എന്ന് വന്നിട്ടുണ്ട്. യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, ബി അസർട്ടീവ്. നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കുക, അതിൽ ഉറച്ച് നിൽക്കുക. നിങ്ങൾ ശരിക്കും കുറച്ച് കൺട്രോൾ ഇഷ്യൂസിലും കുറച്ച് കൺഫ്യൂഷനിലൊക്കെയാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷനും ഒന്നും വേണ്ട. നിങ്ങൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിന് ഒരു പദ്ധതിയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പാതി വഴിയിൽ ലെറ്റ് ഗോ ചെയ്ത് പോവണ്ട. കാരണം നിങ്ങൾക്ക് അത് വേർത്തിയാണ്, നിങ്ങളത് ഡിസേർവിങ് ആണ്. നിങ്ങളതിൽ ഉറച്ച് നിൽക്കുക. ആ ട്രസ്റ്റ് പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളതിൽ ഉറച്ച് നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്താൽ വലിയ സന്തോഷം, ലൈക്ക് ചെയ്താൽ അതിന് സന്തോഷം. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.